ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട് ബാല മോളുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തു, ആ ഡോക്യുമെന്റ്സ് ഫോർജ് ചെയ്തു എന്നാണ് അമൃത പറയുന്നത്. ശരിയാണോ അത്? ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കേൾക്കുന്നത്. എന്താണുള്ളത് ഞാൻ അന്വേഷിക്കണം. കുറെ കേസ് പിന്നെയും വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ ഞാൻ ഒരു സ്വസ്ഥമായിട്ട് ഒരു മാരേജ് ലൈഫില് ഒരു പ്രശ്നമില്ലാണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ പരാതികൾ പിന്നെയും പിന്നെയും വരുന്ന എനിക്ക് അറിയുന്നില്ല. അമൃത പറഞ്ഞത് വളരെ മനോഹരമായിട്ട് കുടുംബ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ട് ഓക്കെ ഫൈൻ. അല്ല, മകളുടെ പേരിൽ ഇൻഷുറൻസ് അടച്ചിരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കട്ടെ, എനിക്ക് അറിഞ്ഞാലേ അതെ, മകളുടെ പേരിൽ ഇൻഷുറൻസ് പ്രീമിയം അടച്ചത് വിഡ്രോ ചെയ്തോ ബാല? എന്നത്തെ കേസിന് അതിന് മേലെ കുറേ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് എനിക്ക് ഒന്നും അറിയില്ല. ഇപ്പൊ നിങ്ങൾ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് ഞാൻ ആദ്യം. അപ്പൊ ബാലേട്ടൻ വീണ്ടും എയറിലേക്ക് കയറുകയാണ് സുഹൃത്തുക്കളെ. അതായത് വേറൊന്നുമല്ല, ബാലയും അമൃത സുരേഷുമായിട്ട് പിരിയുന്ന സമയത്ത് സ്വന്തം മോൾ പാപ്പുവിന് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് തുക അവർ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബാല അടയ്ക്കാമെന്നുള്ളതായിരുന്നു കരാറ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ ഹൈക്കോടതിയിൽ ഈ ഒരു പേപ്പർ കൊടുക്കുന്ന സമയത്ത് ഇവരുടെ ആ എഗ്രിമെൻ്റ് വരെ, അതായത് ഇവർ തമ്മിൽ പിരിയുന്ന സമയത്ത് ഉണ്ടാക്കിയ ആ എഗ്രിമെൻ്റ് വരെയും ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് അമൃത ആരോപിക്കുന്നത്. അതായത് അമൃതയുടെ ഒപ്പ് വരെയും കള്ള ഒപ്പിട്ട് അത് കൊടുത്തു എന്നുള്ളതാണ് അമൃത പറയുന്നത്. ഈ പറയുന്ന പാപ്പുവിൻ്റെ പേരിൽ 7 ലക്ഷം രൂപേൻ്റെ എന്തോ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടച്ച തുക ഈ പറയുന്ന ബാല, അതായത് സ്വന്തം അച്ഛനാണ് ബാല, അത് വിഡ്രോ ചെയ്തു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ ആ ന്യൂസ് നമുക്കൊന്ന് കണ്ടുനോക്കാം. ബാലയ്ക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് പരാതി. ആ പരാതി നൽകിയിരിക്കുന്നത് മുൻ ഭാര്യ അമൃത സുരേഷാണ്. കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ വലിയ കൃത്രിമം ബാല കാണിച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ പരാതിയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അമൃത. മാത്രമല്ല, കുഞ്ഞിനെ കൂടി വലിച്ചെടുത്തൊരു കേസാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതത്തിൽ അത്യാവശ്യം ഗൗരവമുള്ള കേസ് എന്ന് തന്നെ നമ്മൾക്ക് വായിച്ചെടുക്കേണ്ടത്. നേരത്തെ തന്നെ അമൃതയെയും കുഞ്ഞിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വലിച്ചിഴയ്ക്കുന്നു, ആക്ഷേപിക്കുന്നു, സ്ത്രീത്വത്തെ അപമാനിക്കുന്നു. കുഞ്ഞിനെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കേസ് വന്നു. അന്ന് ഈ കേസിൽ ബാലയെ അറസ്റ്റ് ചെയ്തു. ഈ നടപടിക്രമങ്ങൾ തുടരുന്നതിനിടെ ഈ കേസ് ഹൈക്കോടതിയിൽ ക്വാഷ് ചെയ്യാൻ ബാല കൊടുത്തിരിക്കുന്നു. ആ കൊടുത്ത രേഖകളിലാണ് കൃത്രിമം നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ അമൃത സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ കൃത്രിമം നടന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇവർക്ക് അതിനൊപ്പം കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഇവരുടെ ഡിവോഴ്സ് എഗ്രിമെന്റിന്റെ പേപ്പർ ഉണ്ടായിരുന്നു. ആ പേപ്പറിലെ 5-ാം പേജ് ഫോർജ് ചെയ്തു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് അമൃത ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതിൽ അമൃതയുടെ ഒപ്പ് വ്യാജമായിട്ടിരിക്കുന്നു. മാത്രമല്ല, കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ പേജിൽ ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നുള്ള പരാതിയാണ് നേരത്തെ തന്നെ അമൃതയ്ക്ക് ഉണ്ടായിരുന്നത്. അത് മാത്രം അപ്പോഴൊക്കെ ബാല വന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം കുഞ്ഞിനോടുള്ള സ്നേഹമാണ്, കുഞ്ഞിനെ കാണാൻ തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ള പരാതി. കുഞ്ഞിനോട് സ്നേഹമുള്ള ആളാണ് കുഞ്ഞിൻ്റെ പേരിൽ ഇൻഷുറൻസ് തുക ഇട്ടിട്ട് അത് ഇവർ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞപ്പം അത് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ സ്വന്തം കുഞ്ഞല്ലേ, അതിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ അമൃത പറയുന്നുണ്ട് ഇവർ തമ്മിൽ വേറെ പിരിയുന്ന സമയത്ത് ആകെ 15 ലക്ഷം രൂപയാണ് ജീവനാംശമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് കുട്ടീൻ്റെ ഭാവിക്ക് വേണ്ടി, കുട്ടി വലുതായി കഴിയുമ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വരെ ഉള്ളൊരു തുകയാണ് 15 ലക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തുകയ്ക്ക് വരെയും കണക്ക് പറയുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇൻഷുറൻസ് തുക വരെയും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടീശ്വരനായിട്ടുള്ള ബാലേട്ടൻ്റെ ആ ഒരു മനസ്സ്, അത് ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സ് തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും സ്വന്തം കുട്ടിയല്ലേ. അപ്പം പിന്നെ ഇപ്പം അമൃതേനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ സ്വന്തം കുട്ടിയാണ് എന്നുള്ളൊരു പരിഗണനയെങ്കിലും കൊടുക്കാമായിരുന്നു. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല. ഇതിപ്പം ബാല പോലും ഈ ഒരു കേസ് അറിഞ്ഞിട്ടില്ലെന്നാണ് ബാലേനെ വിളിച്ചപ്പം പറയുന്നത്. അപ്പോൾ ഏതായാലും ബാല ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ, അതായത് സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ട് മുടക്കിയ പൈസയ്ക്ക് വരെ കണക്ക് പറഞ്ഞ് അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ബാല ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ബാല ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു നന്മ പ്രവർത്തികൾ, അതായത് ഇപ്പം പുതിയ കല്യാണമെല്ലാം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഭാര്യനെ സ്നേഹിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ബാല ഇതിനു മുമ്പ് ഒരു കല്യാണം കഴിച്ച് അതിലുണ്ടായ കുട്ടീൻ്റെ പൈസ വരെയും തിരിച്ചു പിടിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ വളരെ മോശം. ബാലയുടെ ഒരുപാട് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബാലേനെ നമ്മൾ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്, ബാലനെ ഒപ്പോസ് ചെയ്യേണ്ട സമയത്ത് ഒപ്പോസും ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാലേൻ്റെ ചില പ്രവൃത്തികൾ ഈ പറയുന്ന പോലെ കുറച്ച് കുരുട്ട് പിടിച്ച പ്രവർത്തികളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നത്. അതായത് വെറുതെ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കഴിഞ്ഞ കഥയെക്കുറിച്ച് പറയുക, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറയുക, ഈ പറയുന്ന കുഞ്ഞിനെക്കുറിച്ച് പറയുക, അമൃതേനെക്കുറിച്ച് പറയുക,
അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായ എലിസബത്തിനെ കുറിച്ച് പറയാം. അങ്ങനെ ഒരുപാട് പരിപാടികളുമായിട്ട് ബാല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അവസാനം ഒരു മൂന്നാമതൊരു കോകിലേനെ കല്യാണം കഴിച്ചു. അവരിപ്പം സ്വസ്ഥം സമാധാനമായിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊന്നും അധികം പ്രശ്നങ്ങളുമായിട്ടൊന്നും വരുന്നില്ലായിരുന്നു. അപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഏതായാലും അമൃതയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്നും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട് HDFCയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പേജാണ്. അപ്പോൾ അതിനകത്ത് മകൾക്ക് മെച്യൂർ ആയതിനു ശേഷം മാത്രം അവൾക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചപ്പം ഈ ഒരു സംഭവമാണ് മിസ്സിങ്. മാത്രമല്ല, എന്നിട്ട് ആ ഒരു ഫുൾ പേജ് ഫോർജ്ഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. മൊത്തം വ്യത്യാസം. അപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ HDFC ബാങ്കിൽ വിളിച്ച് ചോദിക്കും. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ ഇൻഷുറൻസ് മൊത്തം സറണ്ടർ ചെയ്യുകയും പിന്നെ അതിനകത്തുള്ള പൈസ മൊത്തം എടുക്കുകയൊക്കെ ചെയ്തു. എൻ്റെ പൊന്നു ബാലേട്ടാ, ഒന്നുമില്ലെങ്കിലും നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ലേ 200 കോടിയുടെ ആസ്തിയുണ്ട്, 200 കോടിയുടെ ആസ്തി ഉണ്ടെന്ന് പറയുന്നില്ലേ. അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 7 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ പോയി എന്ന് വിചാരിച്ചാൽ എന്താണ് പ്രശ്നം? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ സ്വന്തം ചോരയല്ലേ. അപ്പോൾ പിന്നെ ആ ഒരു സ്നേഹമെങ്കിലും കാണിക്കണ്ടേ? അതിൻ്റെ ഇടയിലൂടെ പോയിട്ട് ഉടായ്പ് കാണിച്ച് കോടതിയെ വരെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു മനസ്സ്, എൻ്റെ പൊന്ന് ബാലേട്ടാ, ഇത് സത്യമാണെങ്കിൽ പറയാൻ പറ്റൂല. ഇതിപ്പോൾ സത്യമാണോ അല്ലയോ എന്നുള്ളത് പറയാൻ പറ്റൂല. ഒരാൾ പറയുന്നത് മാത്രം കേട്ടിട്ട് നമുക്കൊന്നും തീരുമാനിക്കാനും പറ്റൂല. അപ്പോൾ ഇത് സത്യമാണെങ്കിൽ ബാലേട്ടൻ ചെയ്തത് വളരെ മോശമാണ്. അപ്പം ബാലേട്ടൻ്റെ ആ ഒരു നന്മപ്രവർത്തികളും അല്ലെങ്കിൽ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു എന്താ പറയുക, ഒരു ജീവിതത്തിൻ്റെ നല്ല മുഹൂർത്തങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പഴയ കേസ് വീണ്ടും കുത്തിപ്പൊക്കി കുട്ടീൻ്റെ പൈസയെല്ലാം അടിച്ചു മാറ്റുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമല്ലേ? ഒന്നുമില്ലല്ലോ, ഇപ്പോൾ പുതിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ലക്ഷക്കണക്കിന് വ്യൂസല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പൈസ പോലും വേണ്ടല്ലോ ഒരു വർഷത്തെ ഒരു ഇതടയ്ക്കാൻ വേണ്ടി, പ്രീമിയം അടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബാല കുട്ടീൻ്റെ പേരിൽ ഇട്ടിരിക്കുന്ന ആ ഒരു ഇൻഷുറൻസിൽ നിന്നും വരെ കൈയിട്ട് വാരിയിട്ടുണ്ടെങ്കിൽ വളരെ മോശം, വളരെ മോശം എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം അമൃതയ്ക്കൊന്നും കൊടുക്കണ്ട, എലിസബത്തിനും ഒന്നും കൊടുക്കണ്ട. പക്ഷേ സ്വന്തം ചോരയിലുണ്ടായ ആ കുട്ടി, ചിലപ്പോൾ ആ കുട്ടി അന്ന് വന്ന് ലൈവൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു ദേഷ്യമൊക്കെ കാണുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും സ്വന്തം കുട്ടിയല്ലേ. അപ്പോൾ ആ ഒരു പരിഗണനയെങ്കിലും കൊടുക്കാമായിരുന്നു ഇത് സത്യമാണെങ്കിൽ. വീണ്ടും ഞാൻ പറയുന്നു, ഈ പറയുന്ന ആരോപണം സത്യമാണെങ്കിൽ. അപ്പോൾ ഏതായാലും അത് അന്വേഷിക്കട്ടെ. ഏതായാലും കോടതിനെ ഒന്നും പറ്റിക്കാൻ വേണ്ടി പറ്റൂലല്ലോ ബാലേട്ടാ. അപ്പോൾ കോടതിനെ വരെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് ആരോപണം. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ബാലേട്ടൻ എന്തായാലും കുടുങ്ങിയിരിക്കും. പക്ഷേ ഈ ഒരു വാർത്ത വന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ നിറച്ചും ബാലാസ്നേഹികളാണ്. നമുക്ക് 1-2 ബാലാസ്നേഹികളുടെ കമൻറ്റുകളും കൂടെ ഒന്ന് നോക്കി നോക്കാം. എന്താണ് പറയുന്നത്? നമ്മുടെ മാന്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹിക നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം കമൻ്റ് ഇടുന്ന കുറച്ച് ടീമുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അച്ഛനെ വേണ്ട, പൈസ വേണം. ഇപ്പോൾ അയാൾ ഭാര്യയുമായി സുഖമായി ജീവിക്കുന്നത് സഹിക്കാൻ വയ്യ. ഇപ്പോൾ അയാളുടെ മനസമാധാനം കളയണം. എന്തൊക്കെയായിരുന്നു ആ കൊച്ചു മാസങ്ങൾക്ക് മുമ്പ് വീഡിയോ ഇട്ടത്? എനിക്ക് അച്ഛനെ വേണ്ട എന്നല്ലേ പറഞ്ഞത്? എൻ്റെ പൊന്നു ചേട്ടാ, ഇതാരാണ് പറഞ്ഞിരിക്കുന്നത്? അർണവ് അനൂപ് എന്ന് പറഞ്ഞ ചേട്ടനാണ് പറഞ്ഞിരിക്കുന്നത്. പൊന്നു ചേട്ടാ, അച്ഛനെ വേണ്ടായിക എന്നൊക്കെ പറയുന്നത് അച്ഛൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടുള്ളതാണ് കുട്ടി പറഞ്ഞത്. എന്നിരുന്നാലും നമ്മുടെ ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് കുട്ടിക്ക് ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട്. വെറുതെ നമ്മൾ കുട്ടീനെ ആക്കിയിട്ടാൽ മാത്രം പോരല്ലോ. അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള, ഇപ്പം അവർ വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് കിട്ടേണ്ട കുറച്ചൊരു പരിഗണനകളുണ്ട്. അത് മാത്രമാണ് ഇപ്പോൾ അമൃത ചോദിച്ച് വാങ്ങിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഇൻഷുറൻസ് തുക, അതായത് കുട്ടി വളർന്നു കഴിയുമ്പം അവൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈസ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ, അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് വരെയും കൃത്രിമം കാണിച്ചിട്ട് ഉണ്ടാക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ചേട്ടനെ പോലുള്ളവരോട് എന്താണ് പറയേണ്ടത്? അച്ഛനെ വേണ്ട പൈസ വേണം, അച്ഛനെ വേണ്ട പൈസ വേണം, ഓക്കെ, കുഴപ്പമില്ല. എന്താണ്, സ്വന്തം അച്ഛനാണ്, അച്ഛൻ ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട്, അത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അപ്പം ചേട്ടൻ ഇതിനെ ബാലേനെ സപ്പോർട്ട് ചെയ്യുമ്പം ഒന്ന് ആലോചിക്കാം. അച്ഛനാണെന്ന് വിചാരിച്ച് എന്തും ചെയ്യാം എന്നുള്ളൊരു പരിപാടിയൊന്നുമില്ല. അപ്പോൾ വേറൊരു കമൻറ്റും കൂടെ നമുക്ക് നോക്കാം. ഒന്നും വേണ്ട എന്നല്ലേ കുറച്ച് മുന്നേ പറഞ്ഞേ? 15 ലാക്ക് ഒരു വകുപ്പ്, 7 ലാക്ക് വേറെ വകുപ്പ്, എന്നിട്ടും പറയുന്നു ആകെ കുറച്ചേ ഉള്ളൂ എന്ന്. അതുമൊന്നും വേണ്ട എന്ന് പറഞ്ഞവർ. ശരിയാണ്, അമൃത പറഞ്ഞിട്ടുണ്ട്. അമൃതയ്ക്കൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. കുട്ടിക്ക് വേണ്ടാന്ന് അമൃത ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടി വളർന്നു വന്നു കഴിയുമ്പോൾ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള കുറച്ച്
പരിപാടികളുണ്ട്. അതാണ് ചോദിക്കുന്നത്, അതാണ് എഗ്രിമെൻറ്റിൽ എഴുതിയിട്ടുള്ളത്. ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും കൊടുക്കണ്ടേ? ഓക്കെ, ശരിയാണ്, പൈസ ഒന്നും വേണ്ടെന്ന് അമൃത പറഞ്ഞു. എന്നാലും സ്വന്തം അച്ഛൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ സ്വന്തം കുട്ടിയുടെ അച്ഛൻ എന്ന നിലയിൽ ബാലയ്ക്ക് തന്നെ ഒരു ഇതുണ്ടാവില്ലേ? ഒന്നുമില്ലെങ്കിൽ 200 കോടി ആസ്തിയുള്ള ആളല്ലേ. അപ്പോൾ ബാലയ്ക്ക് തന്നെ തോന്നണ്ടേ, സ്വയം തോന്നണ്ടേ, എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ കുറച്ച് പൈസ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചൊരു ഇത് ചെയ്ത് വെക്കാം എന്നുള്ളത് ബാലയ്ക്ക് തന്നെ തോന്നേണ്ട കാര്യമാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ തോന്നിയപ്പോൾ ചെയ്ത കാര്യം പിന്നീട് അത് തിരിച്ച് എടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. ഒന്നുമില്ലേലും 200 കോടി ആസ്തിയുള്ള ആളാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തത് വളരെ മോശമാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്നു കമൻറ്റ് സെക്ഷനും. അപ്പോൾ എന്തായാലും ബാല ചെയ്തത് വളരെ മോശമാണ്. നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറീനെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ്. ഇങ്ങനൊരു തിരുത്ത് വരുത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് എഗ്രിമെൻറ്റിൽ തിരുത്ത് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജുഡീഷ്യറീനെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ളതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ബാലേട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലേട്ടന് നല്ല ശിക്ഷ തന്നെ കിട്ടും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഏതായാലും അമൃതേൻ്റെ ഒരു കേസ് ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് ബാലയെക്കുറിച്ചുള്ള അഭിപ്രായം? ഈ ഒരു കാര്യത്തിൽ ബാലയെക്കുറിച്ചുള്ള അഭിപ്രായം, അല്ലെങ്കിൽ ബാലയുടെ ഭാഗത്താണോ ശരി, അമൃതേൻ്റെ ഭാഗത്താണോ ശരി എന്നുള്ളത് നിങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇപ്പം ബാല ഭയങ്കര സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ബാല തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം കൊണ്ടുവരുന്നത് വളരെ മോശം തന്നെയാണ്. പക്ഷേ ബാല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം.